ഇതേ നമ്മൾ ബ്രിഡ്ജ് കടക്കാൻ പോകാം കേട്ടോ. പാലത്തിൽ കൂടി ഓടുകയോ ചാടുകയോ പാടില്ല. പിന്നെ പാലത്തിൻ്റെ കയറുകളിൽ പിടിച്ച് കുടുക്കുകയോ ആടുകയോ കയറിയിരിക്കുകയോ ചെയ്യരുത്. ഈ കാര്യങ്ങളൊക്കെ ഇതേ പാലിക്കണം കേട്ടോ. പോവാം. കൂട്ടായിട്ട് നിൽക്കാൻ പാടില്ല, കൂട്ടായിട്ട് നടക്കരുത്. നമ്മൾ ഈ അതിരപ്പള്ളിയിൽ നിന്നാട്ടാ ഈ വെള്ളം പോണതെന്നാ പറഞ്ഞത്. അത് 48 കിലോമീറ്റർ ഈ കനാലിക്കൂടെ വെള്ളം പോണ ഒരു ഏരിയയും കൂടിയാണ്. അതിരപ്പള്ളിയിൽ നിന്നാണ് വെള്ളം വരുന്നത്. 48 കിലോമീറ്റർ കനാലിക്കൂടെ വെള്ളം വരുന്നത്. വെള്ളമുണ്ട് കേട്ടോ, വെള്ളമുണ്ട്. വെള്ളമല്ല, വെള്ളം വെള്ളമുണ്ട്. ചവിട്ടി കഴിക്കുക. അവിടെ എന്തൊരു സൗണ്ട് വ്യത്യാസം. സൗണ്ട് ഉണ്ടാക്കാൻ മുതുക്കനാണല്ലോ. കാട്ടുപോത്തല്ലേ എന്റെ മേലെ വീട് പിടിക്കാന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കേട്ടോ. 2 സൈഡ് പാറക്കല്ലും വേണ്ട. അവിടെ ആൾക്കാർ കുളിക്കണ കൈ ഒഴിഞ്ഞു. അത് പിടിപ്പിച്ചേ ആടണ. ഇതേ ഒരു ജാതി തൂക്കുപാലാണ്. ആരൊക്കെ ഇട്ടിട്ട് ആട്ടുണ്ട്. ആട്ടരുതെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാരും കേട്ടില്ല. പക്ഷേ ഇതുമ്പോൾ നിൽക്കുമ്പോഴാണ് ആട്ടത്തിൻ്റെ വിഷമം മനസ്സിലാവുന്നത്. വേണ്ട, ശരിക്കും മഴക്കാലത്ത് വരാൻ ചെല്ലുന്നുണ്ടല്ലോ, സൂപ്പർ സീനറി ആയിരിക്കും കേട്ടോ. വെള്ളം ഇങ്ങനെ പരന്നൊഴുകി വരുമ്പോൾ അത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. അത് ഈ പാലത്തിൻ്റെ ഇവിടുന്ന് ആറ്റമരയ്ക്ക് പോവാം ആ ടിക്കറ്റിൽ. ഇതാരോ ഇതിട്ടിട്ട് ആട്ടുണ്ട്. ഒരു സമാധാനം അവനിട്ട്. ഇവിടെ നിൽക്കുമ്പോൾ കിളി പോകണ്ടില്ലേ. നിൽക്ക് ഇതെന്ത് ഇങ്ങനെ കിടന്ന് പറഞ്ഞ നല്ല ആട്ടാടുണ്ട് കേട്ടാ. ഞാനല്ലത് ആട്ടണത്, ആരോ ആട്ടണത്. അത് ഇങ്ങനെ ആടുവോ? ഏയ് മലമ്പാമ്പ് പോണെങ്കില് പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. വാ നടക്ക്. അതെ, ആട്ടരുത് കേട്ടാ. മര തല പോലെ ഇരിക്കണൊക്കെ ഒരു പാറക്കല്ല് അത് കൊണ്ട് വെച്ചതാണോ? വെള്ളം പോണൊക്കെ സൈഡിൽ ലീക്കായിട്ട് വെള്ളം പോണൊക്കെ ആ കനാലിൻ്റെ സൈഡിൽ കൂടെ വെള്ളം പോണണ്ട. ആരത് ഇവിടെ നിന്നെ അപ്പുറത്തേക്ക് നമുക്ക് തന്നെ സ്പീഡായി. ഒരു സൈഡ് വലിയ ക്ലിയർ ആയില്ലേ? അവരൊക്കെ അവിടെ പുറത്തേക്ക് ഇറങ്ങി തട്ടിയിട്ട് അങ്ങോട്ട് തട്ടിട്ടില്ലേ? അല്ല, 2 സൈഡും കിട്ടണം. വെയിലുണ്ട്, എന്നിരുന്നാലും അധികം വെയിലൊന്നും വേണ്ടല്ലേ.